ഹലോ, അസ്സാം വലൈക്കും. ഇത് 2 കിലോ കുരുമുളകാണ്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഈ കുരുമുളക് നമ്മൾ ഒരുപാട് ദിവസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 വർഷം, 6 മാസം ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ കുരുമുളക് പൂത്തു പോകാറുണ്ട്. എത്ര നല്ലോണം ഉണക്കിയാലും അത് പൂത്തു പോകാറുണ്ട്. അങ്ങനെ പൂക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തിളച്ച വെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നമ്മുടെ കുരുമുളക് അതിലേക്ക് ഇട്ട്, ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളമാണ് കേട്ടാ. സാധാരണ തിളച്ച വെള്ളത്തിലാണ് ഇടുന്നത്. എനിക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ കഴുകുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലുള്ള ചെറിയ ചെറിയ പൊടികളും ഈ അഴുക്ക കുരുമുളകില്ലേ, ഈ ചുക്കണ്ണ മങ്കണ്ണ ഒക്കെ പറയുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ വെള്ളത്തിന്റെ മണ്ടയിൽ തെളിഞ്ഞ് ഇന്നങ്ങ് പോവും. അതുപോലെ തന്നെ ഈ കുരുമുളക് നമ്മൾ പൊഴിക്കാൻ വേണ്ടി കാല് വെച്ച് ചവിട്ടയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വല്ല മണ്ണാ പൊടിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊക്കോളും. എന്നിട്ട് 1ഉം 2ഉം പ്രാവശ്യം ഇതുപോലെ നല്ലവണ്ണം ഈ ഇളം ചൂടുവെള്ളം ചേർത്ത് കഴുകിയെടുക്കാം. നല്ലോണം ഇളക്കി കഴുകി വാരണം. കഴുകി വാരി ഒരു പാത്രത്തിലോട്ട് ഊറ്റി മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം തോന്നു വരുമ്പോഴത്തേക്ക് നമുക്കതിനെ വെയിലത്തിട്ട് ഉണക്കാം. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അതിന്റെ മണ്ടയിൽ വെള്ള പൂപ്പൽ വരത്തില്ല, അതിന്റെ ബ്ലാക്ക് കളർ നഷ്ടപ്പെടില്ല. ഒരുപാട് കാലം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടാ മുണ്ടൻ, കാര്യത്തിൽ വമ്പൻ കുരുമുളക് കേട്ടോ. ഈ കുരുമുളക് നമുക്ക് നിസ്സാരക്കാരനാണെങ്കിലും ഈ കുരുമുളക്, ഏലം, ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നതും പല പല യുദ്ധങ്ങളും നടന്നിട്ടുള്ളതും. ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചതാണ് കേട്ടോ. കണ്ടോ, ഇപ്പൊ കഴുകി ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പാളയോ പരമ്പോ, എനിക്ക് പാളയും പരമ്പും കിട്ടാത്തോണ്ട് ഞാൻ തൽക്കാലം ഇതൊരു സഞ്ചിയിലാണ് ഉണക്കുന്നത് കേട്ടോ. ഇങ്ങനെ തട്ടിക്കൂട്ടി അതിന്റെ ഏകദേശം വെള്ളങ്ങളൊക്കെ അങ്ങ് കളഞ്ഞ് ഞാൻ ഇപ്പൊ കുരുമുളക് കഴുകിയെടുത്ത വെള്ളത്തിന്റെ കളർ കണ്ടോ, അപ്പുറത്തെ സൈഡില് കണ്ടോ അതിലെത്രയും ചെളിയും മണ്ണുമാണ് കേട്ടോ. ഞാൻ സഞ്ചിയിലോട്ട് ഇട്ടിട്ടുണ്ട്, വെയിലത്തിട്ട് ഉണക്കാണ്. ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം പൂപ്പലേറാതിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോയാണ്. മാഷാ അല്ലാ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴത്തെ വെയിലത്ത് 2-3 ദിവസം മതി കേട്ടോ, നല്ലോണം ഉണങ്ങി കിട്ടും. ഇതിൽ പഴുത്ത കുരുമുളകാണ് അതിൽ കളർ മങ്ങി കിടക്കുന്നതും, നല്ല പച്ച കുരുമുളകാണ് നല്ല ബ്ലാക്ക് കളറിലിരിക്കുന്നതും. കണ്ടോ. ഓക്കെ.